ഗൂഗിൾ മാപ്പ് ഇട്ട് പോയി എറണാകുളത്തെ ഒരു കാനയിൽ കാറ് വീണു. ഇപ്പോൾ ആ കാറ് വലിച്ചു കയറ്റാനുള്ള ശ്രമം നടക്കുന്ന ദൃശ്യം ഇപ്പോൾ എത്തിയിട്ടുണ്ട്. പ്രേക്ഷകർ അത് ഞാനൊന്ന് കാണിച്ചു തരാം. ഒന്ന് പ്ലേ ചെയ്യൂ. ആൻമരിയ സണ്ണി, ആൻമരിയ, ഈ കാറിൻ്റെ ഉടമസ്ഥർ ആരാണ്, അവർ എങ്ങോട്ട് പോയവരാണ്, എങ്ങനെയാണ് ഇത് വീണെന്ന് ഞാൻ ചോദിക്കുന്നില്ല, അത് ഗൂഗിൾ മാപ്പ് ഇട്ടെന്ന് പറഞ്ഞു. നമ്മളിപ്പോൾ നിൽക്കുന്നത് അപകടം നടന്ന ആ സ്ഥലത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാം. നമ്മൾ ഈ കാനയിൽ വീണ ഭാഗം എന്ന് പറയുന്നത് അതൊരു തോടാണ്. അത് ആ റോഡ് കഴിഞ്ഞിട്ട് അതിൻ്റെ എൻഡ് ഭാഗത്തേക്ക് ഒരു ചെറിയ തോടാണ്. തോടിൻ്റെ രണ്ട് സൈഡിലുമായിട്ടൊരു ചെറിയൊരു വഴിയുണ്ട്. അതിൽ ഈ ബൈക്കുകൾക്കൊപ്പം ഈ ഇരുചക്ര വാഹനങ്ങൾക്ക് മാത്രം കഷ്ടിച്ച് കടന്നു പോകാൻ പറ്റുന്ന ഒരു ചെറിയൊരു വഴിയാണുള്ളത്. ഈ വഴിയിലൂടെയാണ് ഇയാൾ വെള്ളക്കെട്ടാണ് എന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട്, കാരണം ഈ ഭാഗം, ഈ റോഡ് ആരംഭിക്കുന്ന അവിടെ മുതൽ തന്നെ അതിഭയങ്കരമായിട്ടുള്ള വെള്ളം, ഈ തോടിന് സമാനമായിട്ടുള്ള വെള്ളക്കെട്ടാണ് ആ റോഡിലുമുള്ളത്. അപ്പം ഈ തോടും വെള്ളക്കെട്ടും പരസ്പരം അറിയാതെ വന്നു പോയപ്പോൾ അദ്ദേഹം ആ വണ്ടി ഈ വഴിയിലേക്ക് എടുക്കുന്നു. അങ്ങനെയാണ് തോടിലേക്ക് വീഴുന്നത്. ഇപ്പൊ നമ്മുടെ ഒപ്പം കൗൺസിലർ ഉണ്ട്. ഇവിടെ നേരത്തെയും ഇങ്ങനെ അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടായിട്ടുണ്ട്. ചെറിയൊരു വഴിയാണ്. ശരിക്കും റോഡ് ലെഫ്റ്റ് സൈഡിലേക്കാണ് പോകുന്നത്. റൈറ്റ് സൈഡിൽ റോഡായിട്ടില്ല. തോടും ചെറിയ ബൈക്ക് പോകുന്ന വഴിയും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ഭാഗം അറിയാത്തവർ വന്നിട്ടുണ്ടെങ്കിൽ ശരിക്കും തോട്ടിലേക്ക് വീഴും. ആ ഒരു അവസ്ഥയിലാണ് ഇവിടെ ഇല്ല. ഇത് ശരിക്കും മുനിസിപ്പാലിറ്റിയുടെയും കോർപ്പറേഷൻ്റെ ബൗണ്ടറി തോടാണ്. ഇവിടെ ഡിവിഷൻ ഫണ്ട് ഉപയോഗിച്ച് നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. നല്ലൊരു തുക തന്നെ ഈ തോടിൻ്റെ സൈഡ് വാള് കെട്ടി റോഡ് പൊക്കിയാൽ മാത്രമേ ഇവിടുത്തെ വെള്ളക്കെട്ടിന് ഒരു പരിഹാരം ഉണ്ടാവുള്ളൂ. രാവിലെ എന്താ സംഭവിച്ചത്? രാവിലെ ഈ ഭാഗത്തെ എവിടെയോ യൂബർ വിളിച്ചിട്ട്, റെയിൽവേ സ്റ്റേഷനിൽ പോകാൻ ആരോ യൂബർ വിളിച്ചിട്ട് വന്നതാണ്. അദ്ദേഹം തോപ്പുംപടിയിലുള്ള ഒരു ഡ്രൈവറാണ്. അദ്ദേഹത്തിന് ഈ വഴി അറിയില്ലായിരുന്നു. റോഡാണെന്ന് ഓർത്തിട്ട് പുള്ളി എടുത്തതാണ്. നേരെ തോട്ടിലേക്കായിപ്പോയി. SKN ഭാഗ്യം കൊണ്ടാണ് ഒന്നും പറ്റാതെ രക്ഷപ്പെട്ടത് എന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം തൊട്ടടുത്തൊക്കെ വീടുകളുണ്ട്. ഇവരൊക്കെ കൂടിയാണ് ആ കാറിലുണ്ടായിരുന്ന, ഊബറിലുണ്ടായിരുന്ന ആളെ രക്ഷപ്പെടുത്തുക. നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് കാണാം. ആ വലിയ താഴ്ചയുണ്ട് ആ തോടിന്. ആ താഴ്ചയിൽ നിന്നും ഇപ്പോൾ ഈ പ്രദേശത്തുള്ള ആളുകളെയൊക്കെ കൂടി മറ്റൊരു വാഹനത്തിൽ കയറ് കെട്ടി ആ വാഹനം എടുത്തുയർത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. രാവിലെ 5:45, ഏകദേശം സമയം പറഞ്ഞിട്ടുണ്ടെങ്കിൽ 5:45 ഈ അപകടം ഉണ്ടാകുന്നത്. അതിനുശേഷം അവിടെ ഉണ്ടായിരുന്ന ആളുകളൊക്കെ കൂടിയാണ് ഈ അപകടത്തിൽ നിന്നും ഇയാളെ ഇപ്പൊ രക്ഷപ്പെട്ടത്. നമ്മുടെ ഒപ്പം ഈ സമീപവാസിയായിട്ടുള്ള, ഈ അപകടം നടന്ന സമയത്ത് ഇവിടെ ഉണ്ടായിരുന്ന ഈ തൊട്ടടുത്ത വീട്ടിലെ ചേട്ടൻ കൂടി ചേരുന്നുണ്ട്. ചേട്ടാ, ശരിക്കും രാവിലെ എന്താ സംഭവിച്ചത്? രാവിലെ ഇദ്ദേഹം ഒരു ടാക്സി ഡ്രൈവറാണ്. ഇദ്ദേഹം അപ്പോൾ ടാക്സി ഓട്ടം വന്നതാണ് ഇങ്ങോട്ട്. ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ ഇവിടെ തോടാണ്. ശരിക്കും ചെറിയൊരു വഴിയുള്ളൂ. ഇവിടെ നിന്ന് അങ്ങോട്ട് പോകാൻ, കാറിന് പോകാനൊന്നുമില്ല. പക്ഷേ ഈ വെള്ളം ഇതും തോടും നിറഞ്ഞു കിടന്ന കാരണം അവർക്ക് റോഡ് ഏതാണെന്ന് മനസ്സിലായില്ല. അപ്പോൾ അദ്ദേഹം ഇതിൽ കൂടി വന്നെടുത്തിട്ട് വഴിയാണെന്നുള്ള ധാരണയിൽ ഇറങ്ങിയപ്പോൾ റോഡിലേക്ക് ഇറങ്ങുകയാണ് ചെയ്തത്. പക്ഷെ അദ്ദേഹത്തിന് ചില്ല് താഴ്ത്തി കാരണം ഇറങ്ങാൻ പറ്റി. പക്ഷെ വണ്ടി താഴത്തേക്ക് ഇറങ്ങി പോയി. തോടിന് നല്ല ആഴമുണ്ട്, ഏകദേശം ഒരാൾ താഴമുണ്ട്. അപ്പോൾ അത് കാരണം അത് താഴത്തേക്ക് ഇറങ്ങി പോവുകയാണ് ചെയ്തത്. എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ റോഡും ഇതും തമ്മിൽ മാറ്റമൊന്നും, ഈ തിരിച്ചറിയാവുന്ന രീതിയിൽ മാർക്കിംഗ് ഒന്നുമില്ല. എന്ന പ്രശ്നം അതിർത്തി തോടാണ്. അത് ഞങ്ങളുടെ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ മുനിസിപ്പാലിറ്റിയും അപ്പുറത്ത് കൊച്ചിൻ കോർപ്പറേഷനുമാണ്. അപ്പോൾ എന്താ പ്രശ്നം, ഈ അതിർത്തി തോടാണ്ട് രണ്ട് കൂട്ടരും അവഗണിക്കണേണ്ടതാണ്. രണ്ടുപേരും നോക്കില്ല. ഇവർ മുനിസിപ്പാലിറ്റിക്കാരത്ത് പറയുമ്പോൾ കോർപ്പറേഷൻകാരത്ത് പറയാൻ പറയും, കോർപ്പറേഷൻകാരത്ത് പറയുമ്പോൾ മുനിസിപ്പാലിറ്റിക്കാരത്ത് പറയാൻ പറയും. രണ്ടുപേരും ഇത് ശരിക്കും തൃപ്പൂണിത്തുറ മണ്ഡലമാണ്, അപ്പുറത്ത് തൃക്കാക്കര മണ്ഡലം. ഈ റോഡിൻ്റെ അപ്പുറേ പറയുന്നത് രണ്ട് ഇതായതുകൊണ്ട് ഒരു കാരണവശാലും ആരും ഒന്നും പരിഗണിക്കില്ല. നമ്മളെന്ത് പരാതി പറയണം. ഈ പോസ്റ്റിൽ ലൈറ്റ് തന്നെ പോയിട്ട് ഇപ്പോൾ ഏകദേശം ഒരു മാസത്തോളമായി. ഒരു കാരണവശാലും ഒരു മാസത്തിൽ കൂടുതലായി. എന്നിട്ട് ഇത് മാറ്റാൻ രണ്ട് കൂട്ടരത്തും പറഞ്ഞാലും അത് മാറ്റില്ല. രാത്രിയൊക്കെ ഞാൻ പറഞ്ഞാൽ ഭയങ്കര ഇരുട്ടാണ്. എന്തെങ്കിലും രീതിയിൽ വെള്ളം നിറഞ്ഞിടന്നെങ്കിൽ ഒരാൾക്ക് മനസ്സിലാവില്ല. കഴിഞ്ഞ മാസം ഈ വീട്ടിലങ്കിൾ ഒന്ന് തോട്ടി പോയി 2 വീലറിൽ നിന്ന് 2-3 സ്വിഗ്ഗിക്കാർ അവർ ഈ ഫുഡ് ഡെലിവറി ചെയ്യാൻ വേണ്ടി ഇത് കൂടി വരുമ്പോൾ അപ്പം എന്ന് പറഞ്ഞാൽ ഇത് സ്ഥിരമായിട്ട് എറണാകുളം താമരശ്ശേരി റോഡിൽ ഇത്തരം അപകടങ്ങൾ പതിവാകുന്നു നാട്ടുകാർ പറയുന്നു. എന്തായാലും ഈ ഗൂഗിൾ മാപ്പ് ഇട്ട് പോയ ഒരു ടാക്സി ഡ്രൈവർ, അദ്ദേഹത്തിന്റെ കാറും കാനയിൽ വീണ ദൃശ്യമാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.